പകർച്ചവ്യാധിയിൽ വിറച്ച് സംസ്ഥാനം. തൃശൂർ അരിമ്പൂരിൽ ദമ്പതികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ ബാധിച്ച 43-കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. എബോള സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ യുവതി നിരീക്ഷണത്തിലാണ്. പ്രതിരോധ നടപടികളിൽ സർക്കാരിന് ജാഗ്രത കുറവുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം ഒരാഴ്ചയായി 12,000-ന് മുകളിൽ. ഷിഗല്ല, ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, മലേറിയ തുടങ്ങിയ പകർച്ചവ്യാധികളും വ്യാപിക്കുന്നു. തൃശൂർ അരിമ്പൂർ സ്വദേശികളായ ദമ്പതികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ചികിത്സയിലുള്ള ഇവരുടെ ആരോഗ്യം തൃപ്തികരം. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലുള്ള ഫറൂഖ് കോളേജ് സ്വദേശിയായ 43-കാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിലെ 74 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കണ്ണൂർ ഇരിട്ടിയിൽ 6 വയസ്സുള്ള കുട്ടിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. എബോള സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുന്ന യുവതിയുടെ പരിശോധനാ ഫലം ഇന്ന് വൈകിട്ട് ലഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ പ്രാഥമികമായി നോക്കുമ്പോൾ ഭയപ്പെടാനില്ല എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത്. പക്ഷേ പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരത്തോടുകൂടെ കിട്ടും. പകർച്ചവ്യാധി വ്യാപനം രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണ് പ്രതിപക്ഷം. ദിനംപ്രതി രോഗബാധിതരുടെ എണ്ണം കൂടുന്നു, മരണവും കൂടി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗപ്രതിരോധ നടപടികളിലെ ഏകോപനം ഇല്ലായ്മയുണ്ട്, അതിൽ ജാഗ്രത കുറവുണ്ട് എന്നതാണ്. ആരോഗ്യവകുപ്പ് സമ്പൂർണ്ണ പരാജയമെന്ന് BJP. വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപിക്കാനിടയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. അടിയന്തര ഇടപെടൽ നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.